കിട്ടവനെ. രാവിലെ എണ്ണീറ്റ് വരുമ്പോ ചൂലും വെള്ളമായിട്ട് നിക്കരുതെന്ന് നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടടാ. ഞാള് ചൂലും വെള്ളമായി നിൽക്കുന്ന നേരം നോക്കി തമ്പ്രാട്ടി എന്തിനാ എണീറ്റ് വരുന്നത്? ഇങ്ങനൊരു മരത്തലേനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നശൂല. നീ എപ്പോഴാ ചന്തേന്ന് വന്നേ? ഞാള് പൊലച്ചൊക്കെ വന്നേ. ഓ, മറ്റേ രണ്ടെണ്ണം എവിടെ? തമ്പ്രാനും മാണിക്കനും പിന്നാലെ വരുന്നുണ്ട്. ചന്തയിൽ ചരക്കിറക്കിട്ട് കാളനെയും കുളിപ്പിച്ച് വണ്ടി കൊണ്ട് പോന്നോളാം ഞാളോട് പറഞ്ഞേ. മൂക്കറ്റം കേട്ടിട്ടായിരിക്കും തമ്പ്രാന്റെ വരവ്. അത് ഞാക്കറിയില്ല അമ്പ്രാട്ടി. തമ്പ്രാൻ കള്ളുപുര കയറി പോണത് ഞാള് കണ്ടിട്ടില്ല. പിന്നെ നീ എന്തോ കണ്ടു? കള്ളുപുരന്ന് ഇറങ്ങി വരുന്നത് കണ്ട്. ഓഹോ, അപ്പൊ മുണ്ടും തുണിയൊന്നും ഇല്ലാണ്ടായിരിക്കും വരവ്. മുണ്ടൊക്കെ ഉണ്ട്, അതാരെയും നയിഞ്ഞു പോകാണ്ടിരിക്കാൻ തലയെ കെട്ടിരിക്കാന്ന് മാത്രം. എന്റെ ഈശ്വര, അവനെ ആ അവസ്ഥയെ കണ്ടിട്ട് വിളിച്ചോണ്ട് പോരാതെ നീ ഇങ്ങി പോന്നു അല്ലേ? ഞാള് വിളിച്ച് അപ്പൊ തമ്പ്രാൻ നല്ലൊരു ചീത്ത വിളിച്ച് പരപര വെളുത്തപ്പ ഞാള് ആജിമാടയിലെത്തി. അപ്പൊ ബസ്സുകാര് പറയുന്നത് കേട്ട് തമ്പ്രാൻ ചന്തയിൽ അടി നടത്തിന്ന്. നമ്മളമ്പ്രം പാവാമ്പ്രാട്ടി ആ മാണിക്കന്റെ ഒപ്പരം നടന്ന് നടന്ന് നമ്മളമ്പ്രം ചീത്തയായി പോയി. ഞാളിതിടെ പറഞ്ഞത് തമ്പ്രാനോട് പറയല്ലേ അമ്പ്രാട്ടി. നീ എന്തിനാ മാണിക്കന്റെ ദുഷി പറഞ്ഞത്? ഓൻ ദുഷ്ടവനായതുകൊണ്ട്. ഞാളെപ്പോലെ ഓന് ഇടുത്ത പണിക്കാരനാ. എന്നാലോ തമ്പ്രാനാന്നാ വിചാരം. ഓനെ ഇടുന്ന് അടിച്ചറക്കിയാലേ ഈ കുടുംബത്തിന് രക്ഷയുള്ളൂ. നോയിക്കോ, ഞാളിത് മാണിക്കനോട് പറയും. പറഞ്ഞ ഞാക്കെന്താ? ഓനെ ഞാളെന്തിനാ പേടിക്കുന്നു? കളിച്ചാലുണ്ടല്ലോ ഞാളോട്. കാളെ കൊണ്ട് ചവിട്ടി കൊല്ലിക്കും ഞാള് വേച്ചേക്കൂല. എനിക്ക് ഓനോ ബലുത് ഞാളോ ബലുത്. മറക്കണ്ട, ഇന്റെ അപ്പൻ ഞാളെ മാമന. ചിങ്ങത്തിലെ കൊയ്ത്ത് കഴിഞ്ഞാല് ഇന്ന മംഗലം കഴിക്കുന്നത് ഞാളാ. ഞാളമംഗലം നീ മാത്രം തീരുമാനിച്ചപ്പോരല്ലോ. ഞാക്കിന്റെ അപ്പന്റെ ബാക്കിയുള്ളതാ. അപ്പന്റെ ബാക്കണ ഇനിയിപ്പോ അപ്പനെ കെട്ടിക്കോ. അതിന് പരലോകം വരെ പോണ്ട മോളെ. ഇത് കാളയല്ല, ആനയാ. ഒരാനയല്ല, അഞ്ചാന. അഞ്ചാനയിലെ പണിയെടുക്കുന്ന ഇരുമ്പങ്കാള, കാറ്റാൻകുറിച്ചിക്കാള, മാടമ്പി ശ്രീകൃഷ്ണൻ തമ്പുരാന്റെ മുത്തുക്കാള. വായി തുറന്ന് നോക്കി മൈതാനം പോലത്തെ നെറ്റ് കണ്ടോളി, ചക്കച്ചോള പോലത്തെ, തുമ്പപ്പൂ പോലത്തെ പല്ല് കണ്ടോളി, 8 പല്ല് കണ്ടോളി. നിനക്കണ പൊണ്ണു എന്നെ കിടക്കും. പക്ഷെങ്കില് കർക്കിടകക്കാറ് പോണവരെ ഈ കാര്യം ആരോടും മിണ്ടണ്ട. എന്താ വാവ് കഴിഞ്ഞാല് പൊന്നും പണ്ടമൊക്കെ വാങ്ങിച്ചോളി. പക്ഷെങ്കില് പൊണ്ണു കിട്ടപ്പോലും വാ കൊണ്ട് മിണ്ടണ്ട. എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ എഴുതി ചോദിച്ചോളി. തത്തമ്മ അങ്ങനെയാണ് പറയണത്. ഇപ്പൊ പുറത്തറിഞ്ഞാല് തമ്പുരാൻ നിനക്കിന് പൊണ്ണ് വേറെ കേക്ക് പോവും. അത് ശരി, അവളുടെ വീട്ടുകാർക്ക് അത്ര താല്പര്യം കാണില്ല. തത്തമ്മ പറഞ്ഞു, തിമ്മയ്യ പറഞ്ഞു. താത്തമ്മ പറഞ്ഞല്ലോ അച്ചട്ട തമ്പ്ര, ഞാനോട് പറഞ്ഞല്ലോ മുറക്ക് നടന്നിരിക്കുന്നു. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. കായത്തിന് ഉണ്ടല്ലോ അണ്ണയ്യ, കൂട്ടിയച്ചോ. നമ്മളെ മംഗലത്തിന് വേണം. ഈ കാശ് വേണമെങ്കിൽ നീ തമ്പ്രാനെ കെട്ട്. ഇത് അങ്ങേരുടെ തമ്പ്രാൻ തത്തേന്റെ അടുത്തുണ്ട്. സത്തേ? ആ, തിമ്മയ്യന്റെ തത്ത. തത്ത പിന്നെയും പറഞ്ഞു നമ്മളെ മംഗലം നടക്കും. ഊരിലെല്ലാരും എന്താ പറയണെന്നറിയാ? അണ്ണയ്ക്ക് ഞാളെ പോലെ രണയെ കിട്ടൂലെന്ന്. ചുന്ദരനും ചുന്ദരി. നിന്ന് ചെറുകാതെ പൊടി. പലരും കേട്ടാ ചുന്ദരനും ചുന്ദരി. എന്താടാ ഒരു ശൃംഗാരം? ഇതങ്ങ് ഉറപ്പിക്കട്ടെ. അയ്യടാ, എനിക്കങ്ങ് വേണ്ട. അവക്ക് എന്താണ് ഒരു കുറവ്? എന്താ കാത്തുവേട്ടത്തേക്ക് ഒരു കുറവ്? അവളുടെ കാര്യം മിണ്ടിപ്പോരുന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞു. എന്നാൽ ഈ കാര്യം മിണ്ടരുത്. ഇത് മിണ്ടി അത് മിണ്ടും, ഇത് മിണ്ടായിരുന്നു അത് മിണ്ടൂല. അത്ര തന്നെ. എന്നാ കാശുപൊടി. അപ്പക്കാളെ എവിടെ? അപ്പക്കാളെ എന്താ കിണിക്കുന്നേ? നീ വല്ലതും കണ്ടോ? ഞാക്ക് കാണാൻ പറ്റിയില്ല. തമ്പ്രാൻ കണ്ട എന്ത്? ഓള് തുണി അയക്കുന്നത്. എടാ അവിടെ ഞാൻ അവളുടെ മുറിയിൽ ഒളിഞ്ഞു നോക്കി നീ ആരോടും പറയണ്ട കേട്ടോ. കേട്ടോ? ഞാള് കേട്ട്. എന്ത്? തമ്പ്രാൻ മംഗലം കഴിക്കാൻ പോണു. ഓളാണല്ലേ പെണ്ണ്. നീ കൂടുതൽ കിന്നരിക്കൊന്നും വേണ്ട. നിനക്ക് പൈസ വല്ലതും വേണോ? പൈസ ഒന്നും വേണ്ട. പിന്നെ
ഒരു പഴയ കുപ്പായ ഇടണമെന്ന് തമ്പുരാന്റെ വലിയ ബുദ്ധിയുണ്ട്. ആ ഞാൻ തമ്പ്രാട്ടോട് പറഞ്ഞോളാം, മേടിച്ചോ. ഇതെങ്ങാനും പുറത്തറിഞ്ഞാൽ ചാട്ടയ്ക്ക് വീക്കും ഞാൻ. ആ കരളെ, എന്റെ മനസ്സിലെ കുരുത്തോല പന്തലിൽ നമ്മൾ ഒന്നാവുന്ന നാളും കാത്ത് കഴിയാണ് ഞാൻ. 1000 മുത്തങ്ങൾ കൊണ്ട് പൊതിഞ്ഞ ഈ കരിവളകൾ ഇതണിഞ്ഞ് നിന്നെ കാണുമ്പോൾ താളമേളങ്ങളുടെ ഉത്സവമായിരിക്കും എന്റെ മനസ്സിൽ. നിന്റെ ശ്രീകൃഷ്ണേട്ടൻ. ആഹാ ഞാറ് പൊലിച്ചേ മക്കള് വന്നേ കൊയ്തെടുത്തേ തമ്പുരാന്റെ മക്കള് കൊയ്തെടുത്തേ പെണ്ണിനെ കണ്ടേ ആഹാ വളയും മാലയും കൊടുത്താലൊന്നും ആ പൊണ്ണിന്റെ മനസ്സ് മാറില്ലെന്നാ തത്ത പറയുന്നത്. എന്നാ പിന്നെ ഞാക്കോളം മംഗലം കഴിക്കാൻ വേറെന്താ ഭയന്ന് തത്തയോട് ചോദിക്കടോ. തിമ്മയ്യന്റെ കണ്ണി കാണുന്നത് വെച്ച് നോക്കിയാലേ നേരായ വഴിക്ക് ഒന്നും നടക്കില്ല. ഭയ കുറച്ച് വളഞ്ഞാലോ ഞാക്കോളം മംഗലം കഴിക്കാൻ പറ്റിയാ മതി. അതിനൊരു വഴിയേ ഉള്ളൂ. ഈ നാട്ടിൽ കല്യാണം കഴിക്കാത്ത ആണുങ്ങളോട് നീ എന്ന് പറ അവളെ കെട്ടരുതെന്ന്. അങ്ങനെ ആരെയും കിട്ടാതാവുമ്പോ അവള് നിന്നെ കെട്ടും. ഈ തത്തക്ക് എന്ത് വില വരൂ? തത്തേ വിക്കില്ല. തിമ്മയ്യന്റെ കുഴപ്പ വിൽക്കണ്ട. ഞാളിതിനെ കൊന്നാൽ എത്ര പൈസ തരണമെന്ന് അറിയാനാ. ഇഞ്ഞീന്റെ തത്തയും കൂടി ഞാളെ പെണ്ണിനോട് ഓരോ വേണ്ടാധീനം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൊന്ന് പൊട്ടക്കുളത്ത് താക്കുന്ന നായെ. ഒന്ന് വേഗാട്ടെ. എന്നാ തമ്പ്ര നമുക്കൊരു സദ്യ. ആ എന്തൊക്കെ ഉണ്ടോ? തന്റെ തത്തയുടെ നാവ് കൊള്ളാം. എന്റെ വക കുറച്ച് പാലും പഴവും വാങ്ങിച്ചു. ഓന്റെ തത്ത നേര് പറയില്ല അമ്പ്ര. ആര് പറഞ്ഞു? ഞാള് പറയുന്നു. ആ നേര് പറയുന്ന തത്തയായിരുന്നേല് എല്ലാരും കൂടി തമ്പ്രാനെ ചതിക്കണ കാര്യം ആ തത്ത എന്താ പറയാത്ത? എന്നെ ചതിക്ക്. ആര്? ഞാള് പറയൂല അമ്പ്ര. പറഞ്ഞാലും തമ്പ്ര വിശ്വസിക്കൂല. എന്താന്ന് വെച്ചാ പറഞ്ഞു തുടങ്ങടാ. ഞാള് പറയൂല അമ്പ്ര. കണ്ണ് കണ്ടത് കാത് കേട്ടത് മുഴുക്ക പറയാന് ഞാക്ക് പേടിയാ അമ്പ്ര. ഞാളൊന്നു പറയാ. ഇക്കണ്ട കാലം മുഴുക്ക തമ്പ്രാൻ പാല് കൊടുത്ത ഒരു പാമ്പിനാ. മാണിക്ക് ഓനൊരു കരിമൂർക്കന. മാണിക്കിനെ പറ്റി വല്ലതും പറഞ്ഞാണ്ടല്ലോ അടിച്ചു നിന്റെ കൊന്നുകളയാൻ. ഒന്നോളി അമ്പ്ര. തമ്പ്രാന്റെ കൈ കൊണ്ട് മരിക്കാൻ ഞാക്ക് സന്തോഷമുള്ളു. എന്തായാലും നേര് പറഞ്ഞിട്ട് ഞാള് മരിച്ചോളാം. തമ്പ്രാന്റെ മംഗലം നടക്കൂല അമ്പ്ര. നടക്കൂലേ? ഓ നടത്തൂല അമ്പ്ര. ഈ കണ്ണോണ്ട് ഇയാള് കണ്ട്, ഈ കാതോണ്ട് ഇയാള് കേട്ട്, ആ മാണിക്കനോളെ പിടിച്ച് മൊത്തം കൊടുത്ത അമ്പ്ര. അപ്പക്കാളെ തമ്പ്രാൻ ഞാളെ ദൈവ. അപ്പക്കാൾ അമ്പ്രാനോട് നേരെ പറയും. തമ്പ്രാന് മംഗലം കഴിക്കുന്നതിൽ നല്ലത് ഏതെങ്കിലും കൈതേനെ കഴിക്കുന്നതെന്ന് ഓനോളോട് പറഞ്ഞു. തമ്പ്രാന്റെ ഉണ്ടായിരുന്ന പിക്കപ്പ് എന്ന് പറയുന്ന എന്തോ ഒരു സാധനം പോയി, അതുകൊണ്ട് മക്കൾ ഉണ്ടാവില്ല എന്ന് ഓൻ പറഞ്ഞു. അത് കേട്ട് ഞാളെ നെഞ്ചു എത്തിപ്പോയി അമ്പ്ര. സത്യമാണോ നീ പറയുന്നത്? ഓനെ ഞാളെ കൂട്ടി നിർത്തി ചോദിക്കാം അമ്പ്ര. അപ്പൊ അറിയാല. ഓനെ കെട്ടിപ്പിടിച്ച് ചോള് പറയാ എന്നാ ഒളിച്ചോടാന്ന്. അപ്പൊ ഓൻ പറഞ്ഞ് അങ്ങനെ വേണ്ട, പൂട്ടി കുത്തി തുറന്ന് പൈസയും പണ്ടോ എടുത്തിട്ട് ഒളിച്ചോടാന്ന്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയല്ല അമ്പ്ര. പെണ്ണ് ബാവ ആ മാണിക്കനോളെ പറഞ്ഞ് മയക്കിയതാ. അപ്പൊ ഇത്രയും കാലം അവരെന്നെ കളിപ്പിക്കുകയായിരുന്നു. അവനും അവളും കൂടെ എന്റെ മുമ്പിൽ നാടകം കളിക്കുകയായിരുന്നു. നന്ദി കെട്ട നായേ. ചോറ് കൊടുത്ത കൈക്ക് കടിച്ച നായിന്റെ മോന്റെ പല്ലടിച്ച് കഴിക്കണം അമ്പ്ര. എന്നിട്ട് ഓടിക്കണം. നമ്മളെ പൊരക്കുന്നല്ല, ഈ നാട്ടിൽ നിന്ന് ഓടിക്കണം. തമ്പ്രാൻ ഒരൊറ്റ അപ്പന് പറഞ്ഞാണെങ്കിൽ അതാ ചെയ്യേണ്ടത്. വേണ്ട, ഇപ്പൊ വേണ്ട. ഒന്നിനെ എനിക്ക് വേണം. ഇനി അതെന്റെ വാശിയാ. മറ്റേതിനെ എന്ത് ചെയ്യണമെന്ന്
എവിടെയായിരുന്നു അർദ്ധരാത്രി വരെ? മാണിക്യം വീട്ടിലേക്ക് പോയി. നാളെ ചിന്നുവിന്റെ നിശ്ചയ. പറഞ്ഞിട്ട് പോവാനായി സന്ധ്യോളം കാത്തിരുന്നു. കുടിച്ചിട്ടുണ്ടോ നീ? ആ, എന്നെ കൊണ്ട് ആ ചെറ്റയുടെ തല തൊട്ട് സത്യം ചെയ്യിച്ചില്ലേ കുടിക്കാൻ പാടില്ലെന്ന്. ഇനി ഞാൻ കുടിച്ചാൽ അവന്റെ തല ഇടുത്തി വീഴുമെന്ന് പെങ്ങള് പറഞ്ഞില്ലേ, അതൊന്ന് വീഴാൻ വേണ്ടിട്ടാ ഞാൻ കുടിച്ചേ. കൃഷ്ണ, അറിയാത്തതൊന്നും പറയരുത്. എല്ലാം അറിയാം, അറിഞ്ഞു. നീ ഒന്നും അറിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. കേട്ടതൊന്നും സത്യമായിരിക്കരുതെന്ന് ഞാൻ ആശിച്ചതാ. ഇപ്പൊ ഉറപ്പായി. ഞാൻ പറയുന്നത് മുഴുവൻ നീ കേൾക്കണം. വേണ്ട, എല്ലാരും ചേർന്നുള്ള കളിയായിരുന്നില്ലേ. ഞാനൊരു വിട്ടി എന്നെ ഒരു കോമാളി വേഷം കെട്ടിച്ച് കൂത്തടിച്ചു. എന്നിട്ട് ഞാൻ കാണാതെ പെങ്ങളും അവരോടൊപ്പം ഭാവത്തിൽ ചിരിച്ചില്ലേ. നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. പാവൻ. പാവം പാമ്പാണവൻ. ഊട്ടി കൈക്ക് തന്നെ അവൻ കടിച്ചു. ഇനി അവന് വേണ്ടി വക്കാലത്ത് പറയാൻ ആരും വരണ്ട. എനിക്ക് പെങ്ങളോടൊന്നേ പറയാനുള്ളൂ, ഇനി അവനും ഞാനും കൂടെ ഈ കൂരയ്ക്ക് കീഴെ വേണ്ട. എനിക്ക് അവളെ കിട്ടിയേ തീരൂ. അതിനാദ്യം അവൾ ആ മാണിക്കനെ വെറുക്കണം, എന്നാലേ അത് നടക്കും. ഞാളെ ചെറിയ ബുദ്ധിയിൽ ഒരു കാര്യം തോന്നുന്നുണ്ട്. ഞാളെ മാമന്റെ മോളില്ലേ കുയിലി, ആ ഇവിടുത്തെ പണിക്കാരത്തി പെണ്ണ്. ഓ ഓക്ക് ഞാളോടല്ല മാണിക്കനോടാ ബുദ്ധി. ഓനെ മംഗലം കഴിക്കാൻ ഓള് പരക്കം പായുന്ന കാര്യമുണ്ടല്ലോ, നാട്ടുപാട്ട. അതുകൊണ്ട് ഞാളെ ചെറിയ ബുദ്ധി തോന്നുന്ന കാര്യമാണ്. നീ കാര്യം തന്നെ പറയടാ. കുയിലീനെ കൊണ്ട് നാട്ടുകൂട്ടത്ത് പറയിപ്പിക്ക. ഓക്ക് കേർപ്പാന്ന്. ആളാരാന്ന് നാട്ടുകൂട്ടൻ ചോദിക്കും. ആള് മറ്റാരുമല്ല മാണിക്കനാന്നോള് പറഞ്ഞാ മതി. ഒരു പെണ്ണങ്ങനെ പറയുമ്പോ നാട്ടുകൂട്ട ഓള കൂടിയേ നിൽക്കൂ. മാണിക്കനോട് ഓളെ കെട്ടാൻ പറയും, ഓൻ കേൾക്കൂല. അപ്പൊ ഓനോട് നാട് വിട്ട് ഓടാൻ പറയും നാട്ടുകൂട്ടം. ഓനോടു. ഞാളെ ചെറിയ ബുദ്ധി തോന്നിയ കാര്യമാണ്. ഇതത്ര ചെറിയ ബുദ്ധിയൊന്നും അല്ലല്ലോടാ. അതോടെ കാർത്തുമ്പി തമ്പ്രാറ്റി ഓനെ വെറുക്കും, മറക്കും. കൊള്ളാം, ഒരു വേടിക്ക് രണ്ടു പക്ഷി. ഞാളെ ചെറിയ ബുദ്ധിയിൽ പച്ചി മൂന്നാമ്പ്ര. അതേതാടാ മൂന്നാമത്തെ പക്ഷി? മാണിക്കന് ഓടിപ്പോയാല് കുയിലിപ്പെണ്ണ് പേച്ചവളായില്ല അമ്പ്ര. അതുകൊണ്ട് ഓളെ കെട്ടാൻ ആരും വരൂല. പേച്ചവളല്ലാന്ന് ഞങ്ങൾക്കറിയാല. അപ്പൊ ഞാള് പോയി ഓളെ കെട്ടും. നീ ആള് കൊള്ളാമല്ലോടാ അപ്പക്കാളെ. ഞാളെ ചെറിയ ബുദ്ധി തോന്നിയതാണ്. ദൈവം അറിഞ്ഞു തന്നെയാ നിനക്കൊന്നും വലിയ ബുദ്ധി തരാതിരുന്നത്. പക്ഷെ ആ കുയിലിപ്പെണ്ണ് സമ്മതിക്കൂടാ. ഓക്ക് മാണിക്കനോട് പൂതിയുള്ളത് കൊണ്ട് ഓള് സമ്മതിക്കും. തമ്പുരാന് കാർത്തിമ്പിയോട് പൂതിയുള്ളത് കൊണ്ട് തമ്പുരാൻ സമ്മതിപ്പിക്കണം. അവിടെയാണ് തമ്പുരാന്റെ ചൊണ കാണേണ്ടത്. കണ്ണയ്യം കുറിയും കൊണ്ട് വന്നതാ. ആദ്യം തമ്പുരാനാണല്ലോ തരേണ്ടത്. ആ മോളെ, ഇത് നിന്റെ കൈകൊണ്ട് ഐശ്വര്യമായിട്ട് കൊടുക്കുക. ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇല്ല, എന്താണാവോ? എടുത്ത കുയിലിപ്പെണ്ണിനെ ഇങ്ങളപ്പം കേർപ്പാക്കി. നാട്ടുകൂട്ട ഓനോട് ഓളെ പോരെ കൂടി കൊള്ളാൻ പറഞ്ഞു. തമ്പുരാനിപ്പൊ പുറത്തിറങ്ങുന്നത് തലേ കൂടി മുണ്ട് പൊതിച്ചിട്ട. വെറുതെ പറയായിരിക്കപ്പാ. എന്റെ മോൻ അത്തരം വൃത്തികേടൊന്നും കാട്ടൂല തമ്പുരാ. എന്നാൽ അവൻ തന്റെ മോൻ അല്ലായിരിക്കും. ആ, തന്നോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചു. ഇത്തവണ മാനം വെറുതെ കറുത്തിട്ടുണ്ടെന്നല്ലാതെ കാര്യമായ വർഷമൊന്നും ഉണ്ടായില്ല. പാടത്ത് പണി തുടങ്ങിയാലേ ചന്തേ ചരക്കത്തു. അതുകൊണ്ട് ഇവളുടെ കല്യാണത്തിന് തരാമെന്ന് പറഞ്ഞിരുന്ന പണം തരാൻ
തൽക്കാലം നിവൃത്തിയില്ല. തമ്പ്ര അങ്ങനെ പറയരുത് തമ്പ്ര. നേരെ നിശ്ചയിച്ചതും കുറി എഴുതിച്ചതും ഒക്കെ തമ്പ്രാന്റെ വാക്ക് കേട്ടാ. വാക്ക് തന്നപ്പോ ഞാൻ വിചാരിച്ചോ വർഷം പണിക്കുമെന്ന്. മാടമ്പിക്കാര് വാക്ക് പറഞ്ഞാൽ മാറില്ലെന്ന് തമ്പ്രാൻ തന്നെയല്ലേ പറഞ്ഞത്? വാക്കല്ലാണ്ട് വല്ല കൈയും കാലും ഒരു മാറ്റാൻ പറ്റുള്ളൂ. തൊടിയിലും തൊഴുത്തിലും നിൽക്കാൻ ഒരു ചെക്കനെ കൊണ്ട് തന്നു വെച്ച് നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ മുഴുവൻ നോക്കിക്കൊള്ളാമെന്ന് ഞാൻ ഏറ്റിട്ടൊന്നുമില്ല. ഇക്കാര്യം പറഞ്ഞ് മേലിൽ ഇങ്ങോട്ട് വരിക വേണ്ട. മതിയപ്പാ, ഇത്രയും കേട്ടിട്ട് മതിയല്ലേ പൂജിച്ചത്? ഇനി എന്നെ കെട്ടിക്കാൻ വേണ്ടി തമ്പ്രാക്കന്മാരുടെ കാലൊന്ന് കഴുകി കുടിക്കണ്ട. അടിയാളന്മാർക്കും ഇല്ലേ അപ്പ നാണോ മാനോ ഒക്കെ? അപ്പൊ വരണെങ്കി വാ, ഞാൻ പോണു. അവന്റെ അപ്പനെ വിറ്റ കാശുണ്ട് എന്റെ കീശയില്. എന്നെ അവൻ തോപ്പിക്കാൻ നോക്കുന്നത്. എന്റെ അടുത്ത അവന്റെ വാശി. എടാ, പുതിയ പുതിയ വാശികൾ ഓരോ ദിവസവും ഉണ്ടാക്കി ജയിച്ച് രസിച്ച ശ്രീകൃഷ്ണൻ ഇത്രയും കാലം ജീവിച്ചത്. മർമ്മത്ത് കുത്തിയത് കണ്ടില്ലേ നീ? അവിടെ വീണത് കണ്ടില്ലേ അവൻ? പക്ഷെ കാളവണ്ടി ഓട്ടം നടന്നിരുന്നേല് ഞാള് മാണിക്കല് തോപ്പിക്കും. നീ പുളുത്തും. എടാ, അവന്റെ വണ്ടിയുടെ ഏഴയില് തോടിയെത്താൻ ചുടയുള്ള ആമ്പിള്ളേര് ഈ ഭൂമുഖത്തോടാ. ഇന്നാ പന്തയം നടന്നിരുന്നേല് മാടമ്പിക്കാർ ഈ നേരത്തെല്ലാം കെട്ടിപ്പൂട്ടി കിഴക്കമ്മല ഇറങ്ങുമായിരുന്നു. അറിയാമോ നിനക്ക്? അപ്പോ നിനക്കത് അറിയാല്ലേ? ഇന്നീ പൊര പൊളിച്ച് വിറ്റിട്ട് അവന് വേണമെങ്കിൽ അവന്റെ പെങ്ങടെ കല്യാണം നടത്തി കൊടുക്കാമായിരുന്നു. തിന്ന ചോറിനോട് നന്ദിയുള്ളത് കൊണ്ട് അവനത് ചെയ്തില്ല. ഈ കുടുംബത്തിന് ഇതുവരെ ആരുടെയും ശാപം കിട്ടിയിട്ടില്ല. നീയായിട്ടത് വാങ്ങരുത്. ആ കല്യാണം നീ നടത്തി കൊടുക്കണം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. നീ പോയി ആ കണ്ണയ്യരോട് ഇങ്ങോട്ട് വരാൻ പറ. താണു കൊടുക്കുകയാണെന്ന് കരുതണ്ട. വീണ്ടും ജയിക്കാൻ തന്നെ ആ പുറപ്പാട്. തമ്പ്രാൻ ചത്തില്ലേ? ചാവേ? എന്തിന്? എന്റെ മോനെ, നമ്മൾ സ്നേഹിക്കുന്ന പെണ്ണിന്റെ ഒപ്പമല്ല, നമ്മളെ സ്നേഹിക്കുന്ന പെണ്ണിന്റെ ഒപ്പമാ നമ്മൾ ജീവിക്കേണ്ടത്. ഈ കാട്ടിക്കൂട്ടിയ വൃത്തികേടുകൾക്കിടയെന്ന് ഞാൻ പഠിച്ച പാഠം അതാ. ഞങ്ങളെ അനുഗ്രഹിക്കണം. നീ ഇങ്ങോട്ട് മാറി നിന്നേ. എന്തിനാ? നിന്നെ ഒന്ന് വൃത്തിയായിട്ട് കാണട്ടെ. മാപ്പ് തരണം മോനെ. എല്ലാരും കൂടി നിന്നെ ഒരുപാട് ദ്രോഹിച്ചു. മാപ്പ് തരണം. അമ്മ അങ്ങനെ പറയരുത്. തമ്പ്രാഞ്ചൻ ഉയരോട് തിരിച്ചു വന്നല്ലോ. എനിക്ക് ഒരു സങ്കടമേ ഉള്ളൂ. എന്റെ തമ്പ്രാഞ്ചനെ ഞാൻ കൊന്നു ആരോ പറഞ്ഞപ്പോ അമ്മ വിശ്വസിച്ചു. കൊന്നു? ഏത് തന്തയില്ലാത്തവനാ പറഞ്ഞത്? ദോ അവൻ. നീ എങ്ങനെ പറഞ്ഞോടാ? ഇവനെ എന്നാ പണലാൻ സൊല്ലുക സാമി? കൊളത്തല പോട്ടലാകമാ. ഇവനെ ഇവിടെ നിർത്തി ഏത്ത പിടിക്കണം. തമ്പ്രാന്റെ ചെരുപ്പും തോർത്തും കുളത്തിലിട്ടിട്ട് നീ എന്നെ കൊലപാതകയാക്കി അല്ലടാ. ഇരുട്ടും വരെ ഏത്ത വിട്ടിട്ട് കാളകളെ കുളിപ്പിക്കാൻ നീ അങ്ങോട്ട് വരണം. ബാക്കിയുള്ള ശിക്ഷ അപ്പൊ പറയാം. ആ, പച്ച തള്ളി കൊടുക്ക കൂടാതെ.
3 4 5